അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഇൻദനാ അന്നദ്ദുആ യൻഫഉ കമാ മിനൽ ഖുർആനി വഅദൻ യസ്മഉ. വഇൻദനാ നമ്മുടെ അടുക്കൽ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അന്നദ്ദുആ യൻഫഉ നിശ്ചയമായും പ്രാർത്ഥന ഉപകാരം ചെയ്യുന്നതാണ്. കമാ മിനൽ ഖുർആനി വഅദൻ യസ്മഉ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കേട്ടതിന് വേണ്ടി. അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമായി വിശുദ്ധ ഖുർആനിൽ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് വന്നതിനാൽ ദുആ കൊണ്ട് മനുഷ്യന് ഉപകാരമുണ്ടാകുമെന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിൻ്റെ ഖലാഅ് എന്നത് രണ്ടു തരത്തിലാണ്: മുബറമായ ഖലാഅ്, മുഅല്ലഖായ ഖലാഅ്. മുബറമായ ഖലാഅ് എന്നാൽ ഒരു നിലക്കും മാറ്റമില്ലാതെ ഉറപ്പായും സംഭവിക്കുന്ന ഖലാഅ് ആണ്. മുഅല്ലഖായ ഖലാഅ് എന്നാൽ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധിപ്പിക്കപ്പെട്ടു മാത്രം ഉണ്ടാവുന്ന ഖലാഅ് ആണ്. രണ്ട് തരത്തിലുള്ള ഖലാഅ് ആയിരുന്നാലും ദുആ കൊണ്ട് ഉപകാരമുണ്ടാവുന്നതാണ്. മുബറമായ ഖലാഇൽ ഉപകാരമുണ്ടാകുന്നതിൻ്റെ ഉദാഹരണം, അല്ലാഹു തആല ഒരാളുടെ തലയിൽ വലിയൊരു പാറക്കല്ല് സംഭവിക്കുന്നതായി കണക്കാക്കി. അവൻ്റെ ദുആ ഉണ്ടായാൽ അതിനെ അല്ലാഹു തആല അവന് ലഘുവാക്കി കൊടുക്കുകയും ആ പാറക്കല്ലുകൾ ഛിന്ന ഭിന്നമായി മണൽത്തരികൾ അയാളുടെ തലയിൽ സംഭവിക്കുന്ന രൂപത്തിലേക്ക് ആവുകയും ചെയ്യുക എന്നതാണ്. അൽ-ബഖറ സൂറയിലെ 186 ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. നബിയെ, അങ്ങയോട് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണെന്നും പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവരാണെന്നും മറുപടി പറയുക. സൂറത്തുൽ മുഅ്മിനിലെ 60 ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദുആഉ യൻഫഉ മിമ്മാ നദല വമിമ്മാ ലം യൻസിൽ. വന്നിറങ്ങിയ ആപത്തുകൾക്കും ഇറങ്ങാനിരിക്കുന്ന ആപത്തുകൾക്കും ശമനമായി ദുആ ഉപകാരപ്പെടുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നത് മൂന്നാലൊരു രൂപത്തിലാണ്. ചിലപ്പോൾ അവൻ ദുആ ചെയ്ത കാര്യം അതുപോലെ പെട്ടെന്ന് തന്നെ അവന് അല്ലാഹു തആല നൽകുന്നു. മറ്റു ചിലപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ച ചില നന്മകൾ കാരണം ചോദിക്കാത്ത കാര്യങ്ങൾ പകരമായി നൽകുന്നു. അല്ലെങ്കിൽ അല്പകാലത്തിന് ശേഷം അവന് ദുനിയാവിൽ വെച്ചല്ലാതെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല അതിന് ഉത്തരം നൽകുന്നു. ഏതു രൂപത്തിലുള്ള ഉത്തരം ലഭിക്കലായിരുന്നാലും അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അൽ-അൻആം സൂറത്തിലെ 41 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഏതൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദൂരീകരിച്ചു തരുന്നതാണ്. എന്നാൽ മുഅ്തസിലിയാക്കൾ പറയുന്നത് ദുആ മനുഷ്യന് ഒരു നിലക്കും ഉപകാരം ചെയ്യുകയില്ല എന്നാണ്. അവരുടെ വാദം തികച്ചും അബദ്ധജടിലമാണ്. അല്ലാഹു തആല സത്യവിശ്വാസത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.